സന്ദീപ് വാര്യർ പിണറായി വിജയനെതിരെ നിരവധി ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചു. നിങ്ങളുടെ ഏജൻസി അല്ലേ, കേന്ദ്ര സർക്കാരിൻ്റെ ഏജൻസികളല്ലേ അന്വേഷിച്ചത്? എന്നിട്ട് എന്ത് തെളിവാണ് കണ്ടെത്തിയത്? മുഖ്യമന്ത്രിക്കെതിരെ ഒരു വിരൽ അനക്കാൻ ഈ അന്വേഷണ ഏജൻസികൾക്ക് സാധിച്ചോ? സ്ഥിരം ഇതാണ് വാദമാണ് ഇത്. എല്ലാ CPM നേതാക്കന്മാരും ചോദിക്കുന്നത് ഇതാണ്. എന്തുകൊണ്ട് അന്വേഷണ ഏജൻസികൾക്ക് മുഖ്യമന്ത്രിക്കും അതുപോലെ കുടുംബത്തിനെതിരെ എന്തെങ്കിലും തെളിവ് കണ്ടെത്താൻ സാധിച്ചില്ല എന്നുള്ളത്? നോക്കൂ, ഈ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി തന്നെ ജയിലിൽ പോയി മാസങ്ങളോളം ജയിലിൽ കിടന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെ, മുഖ്യമന്ത്രിക്ക് നേരെ ഉയർന്നിട്ടുള്ള അഴിമതി ആരോപണങ്ങൾ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുകയും മിക്ക അന്വേഷണങ്ങളും ഇപ്പോഴും അത് ഒരു ഓൺഗോയിങ് പ്രോസസ്സാണ്. നമുക്കറിയാലോ, നമ്മുടെ രാജ്യത്ത് ഇത്തരം കേസുകൾ സ്വാഭാവികമായിട്ടും അതിന്റെ തെളിവുകൾ ശേഖരിക്കുന്നതിൽ പലതും ഗോപ്യമായി ചെയ്യുന്ന കാര്യങ്ങളാണ്. സാമ്പത്തിക ഇടപാടുകൾ വളരെ ഗോപ്യമായിട്ട് മനുഷ്യർ ചെയ്യുന്ന കാര്യങ്ങളാണ്. അത് തെളിവുകൾ കണ്ടെത്തുക എന്നുള്ളത് അതീവ പ്രയാസകരമായിട്ടുള്ള കാര്യമാണ്. അത്തരം കാര്യങ്ങളാണ് കേന്ദ്ര ഏജൻസികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്തുണ്ടായിട്ടുള്ള വളരെ പ്രമാദമായിട്ടുള്ള അഴിമതി കേസുകളൊക്കെ ശിക്ഷിക്കപ്പെടുന്നത് അല്ലെങ്കിൽ അതിൽ ആളുകൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നതൊക്കെ വർഷങ്ങൾക്ക് ശേഷമാണ്. ഇപ്പോൾ BJP ആദ്യം അധികാരത്തിൽ വന്നപ്പോൾ 2014 അധികാരത്തിൽ വന്നപ്പോൾ പല ആളുകളും INS കേസിൽ എന്തുകൊണ്ട് ചിദംബരത്തെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നൊരു ചോദ്യം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ചിദംബരവും BJP നേതാക്കളും തമ്മിൽ അഡ്ജസ്റ്റ്മെന്റ് ആണ് എന്ന രീതിയിൽ വളരെ വലിയ പ്രചാരണങ്ങൾ പല ഭാഗങ്ങളിൽ നിന്നുണ്ടായി. പക്ഷേ ചിദംബരം അവസാനം സുപ്രീം കോടതി വരെ പോയി. സുപ്രീം കോടതിയും അറസ്റ്റ് തടയാത്ത സാഹചര്യത്തിലാണ് ചിദംബരത്തിന്റെ വീടിന്റെ മതിൽ ചാടിക്കടന്ന് ചിദംബരത്തെ അറസ്റ്റ് ചെയ്ത സാഹചര്യം ഉണ്ടായത്. BJPയുടെ ഇക്കാര്യത്തിലുള്ള നയം എന്ന് പറയുന്നത് അന്വേഷണങ്ങളിൽ ഇടപെടാതിരിക്കുക എന്നുള്ളതാണ്. അന്വേഷണ ഏജൻസികൾ നിയമത്തിന്റെ വഴിക്ക് പോകണം, അന്വേഷണത്തിന്റെ വഴിക്ക് പോകണം. രാജ്യത്ത് അന്വേഷണ ഏജൻസികൾക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് BJP സർക്കാർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിൽ ഒരു തരത്തിലുള്ള ഇടപെടലും ഞങ്ങൾ നടത്തിയിട്ടില്ല എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം കേരളത്തിൽ ഇവർക്ക് ആർക്കും രാഷ്ട്രീയമായിട്ട് ഞങ്ങൾ ഒരു വ്യക്തിവൈരാഗ്യം തീർക്കുന്ന രീതിയിൽ ഏതെങ്കിലും തരത്തിൽ ഒരു അറസ്റ്റ് നടപടികളിലേക്കോ കാര്യങ്ങളിലേക്കോ പോയിട്ടില്ല എന്നിപ്പോ പറയാലോ. അതല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഘട്ടത്തിലോ മുഖ്യമന്ത്രിക്ക് നേരെ ഒരു നടപടി ഉണ്ടായിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ട് ഇവർ ഉന്നയിക്കുന്ന ആക്ഷേപം എന്തായിരിക്കും? ഇതാ ഇവിടെ രാഷ്ട്രീയമായിട്ടുള്ള വൈരാഗ്യം തീർക്കുന്നു, പൊളിറ്റിക്കൽ വേണ്ടാട്ട ആണ് ഇക്കാര്യത്തിൽ നടക്കുന്നത് എന്നാൽ വലിയ ആക്ഷേപം ഉണ്ടാകുമായിരുന്നു. പക്ഷെ അക്കാര്യത്തിൽ ഏജൻസികളുടെ പണി വൃത്തിയായി ചെയ്യട്ടെ എന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇപ്പോ പുറത്തു വന്നിട്ടുള്ള തെളിവുകൾ അല്ലെങ്കിൽ പുറത്തു വന്നിട്ടുള്ള ആക്ഷേപം എന്ന് പറയുന്നത് അതീവ ഗൗരവ സ്വഭാവത്തിലുള്ളതാണ്. അതായത് രജിക്കും തർക്കമൊന്നുമില്ല. കാരണം വിദേശ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടാക്കുകയും കേരളത്തിലെ അഴിമതി പണത്തിലെ കമ്മീഷൻ വിദേശ ബാങ്കിലെ അക്കൗണ്ടിൽ പണം കൈപ്പറ്റുകയും ചെയ്തു എന്ന ആക്ഷേപം അതീവ ഗുരുതരമാണെന്ന് റജിക്ക് പറയാം. പക്ഷേ ആ ആക്ഷേപം അവർ നിഷേധിക്കാൻ തയ്യാറായിട്ടില്ല. അതങ്ങനെ ഒരു അക്കൗണ്ട് ഇല്ല എന്നെങ്കിലും പറയാലോ. ഈ ഷോൺ ജോർജിന് നിങ്ങൾ പേര് വിട്ടേക്കുക, ഷോൺ ജോർജിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ വിട്ടേക്കുക. എന്റെ മകൾക്ക് അബുദാബിയിലെ ബാങ്കിൽ അത്തരം ഒരു അക്കൗണ്ട് ഇല്ല എന്ന് എന്തേ പറയാൻ പറ്റാതെ പോകുന്നു? അതല്ലെങ്കിൽ എന്തുകൊണ്ട് വീണ വിജയന് പറയാൻ സാധിക്കുന്നില്ല എനിക്ക് അങ്ങനെ ഒരു അക്കൗണ്ട് ഇല്ല, ഞാൻ അക്കൗണ്ട് വന്നിട്ടില്ല? എക്സാലോജിക്കും ദുബായിൽ ഓപ്പറേഷൻസ് ഇല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. വളരെ കുറച്ചു കാലം ബംഗളൂരുവിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ് എക്സാലോജിക് എന്ന് പറയുന്നത്. കാര്യമായിട്ട് ഒരു പ്രവൃത്തിയും ചെയ്തിട്ടില്ല. സന്ദീപേ, നേരത്തെ ഇതേപോലെ ഷോൺ ജോർജ് ആരോപണം ഉന്നയിച്ചപ്പോൾ വീണയുടെ വക്കാലത്ത് ഏറ്റെടുത്തുകൊണ്ട് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റാണ് വാർത്താക്കുറിപ്പ് ഇറക്കിയത്, ഓർക്കുന്നുണ്ടല്ലോ? അതെ, തീർച്ചയായിട്ടും. ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് സംബന്ധിച്ച് നമുക്കൊക്കെ നല്ല ധാരണയുണ്ട്. CPM-നകത്തുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും മുഖ്യമന്ത്രി ഒരു വശത്തും ഗോവിന്ദന്റെ നേതൃത്വത്തിലും CPM-ന്റെ കുറെ നേതാക്കന്മാർ മറുവശത്തുമായിട്ട് ഇപ്പൊ തമ്പടിച്ചിരിക്കുകയാണ്. വലിയ ആഭ്യന്തര സംഘർഷം അതിനകത്ത് നടക്കുന്നുണ്ട്. 4-ാം തീയതിയിലെ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് ശേഷം വളരെ കൂടുതലായിട്ട് ഇത്തരം കാര്യങ്ങൾ കാണാം. എന്തുകൊണ്ടാണ് ചില മന്ത്രിമാരെയൊക്കെ പിടിച്ച് സ്ഥാനാർത്ഥികളാക്കിയത് എന്നൊക്കെ നമുക്കറിയാലോ. കാരണം ഭാവിയിൽ മുഖ്യമന്ത്രി പദത്തിൽ ഒരു ക്ലെയിം ഉണ്ടാകരുത് എന്നുള്ള ആവശ്യത്തോടു കൂടി പല ആളുകളെയും ഇവിടെ സ്ഥാനാർത്ഥികളാക്കി മാറ്റിയിട്ടുണ്ടല്ലോ. മട്ടന്നൂരും ചേലക്കരയും ഒക്കെ അതിനുള്ള ഉദാഹരണങ്ങളാണല്ലോ. അപ്പൊ അതൊക്കെ CPM-ന്റെ ആഭ്യന്തര പ്രശ്നങ്ങളാണ്, ആഭ്യന്തര കാര്യങ്ങളാണ്. പക്ഷേ മുഖ്യമന്ത്രിയുടെ മകൾക്ക് നേരെ ഇത്തരം ഒരു ആക്ഷേപം വന്നിട്ട് ഇപ്പോ ഇദ്ദേഹം റജി ഒരു ആക്ഷേപം ഉന്നയിക്കുന്നുണ്ടല്ലോ, എന്തുകൊണ്ട് BJP നേതാക്കന്മാർ ഏറ്റെടുത്തില്ലാന്ന്. ശരി, നിങ്ങൾ അതേ ആക്ഷേപം ഒന്ന് തിരിച്ചിട്ട് കഴിഞ്ഞാൽ റജി ഒന്ന് ആലോചിച്ച് നോക്കി, ആ ആക്ഷേപം ഒന്ന് തിരിച്ചിട്ടൊന്ന് ആലോചിച്ച് നോക്കി. മുഖ്യമന്ത്രിയുടെ മകൾക്ക് നേരെ ഒരു ആക്ഷേപം വന്നിട്ട്, മുഖ്യമന്ത്രിക്ക് നേരെ അഴിമതി ആരോപണം വന്നിട്ട് എന്തേ CPM-ന്റെ വേറെ ഒരു നേതാവും മുഖ്യമന്ത്രി ന്യായീകരിക്കാൻ വരാത്തത്? ഈ റജിയെ തന്നെ അയക്കേണ്ടി വരുന്നു. അതല്ലേ നിങ്ങൾ തിരിച്ചു ചോദിക്കേണ്ട കാര്യം. BJP-യുടെ നേതൃത്വം അനുമതി നൽകിയതിനു ശേഷമാണ് BJP-യുടെ ഒരു പ്രവർത്തകന് പത്രസമ്മേളനം നടത്താൻ സാധിക്കുന്നത്. അങ്ങനെയാണ് ഷോൺ എന്ന് പറഞ്ഞത്. BJP-യുടെ സംസ്ഥാന നേതൃത്വത്തിന്റെ അനുമതിക്ക് ശേഷം അദ്ദേഹം പത്രസമ്മേളനം നടത്തുന്നു. ഏതെങ്കിലും തരത്തിൽ ഈ പത്രസമ്മേളനം ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ആ ആവശ്യമില്ല എന്നുള്ള സന്ദേശം സംസ്ഥാനത്തും കൊടുക്കുകയും ഷോൺ നടത്താതിരിക്കുകയും ചെയ്യുമായിരുന്നു. അപ്പൊ ഈ പത്രസമ്മേളനം നടത്താൻ പോലും ആവശ്യപ്പെട്ടത് BJP-യുടെ സംസ്ഥാന നേതൃത്വമാണ്. ഈ റജിയുടെ ആക്ഷേപമൊക്കെ വാസ്തവത്തിൽ
അത് വസ്തുതയ്ക്ക് നിരക്കാത്തതാണ്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിരൂക്ഷമായിട്ടുള്ള സമരപ്രക്ഷോഭങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ കേരളം കാണാൻ പോവുകയാണ്. റെജി, ഇനി ഇതിൽ കൂടുതൽ തെളിവുകളും കാര്യങ്ങളൊക്കെ പുറത്തു വരും എന്നുള്ള ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട്. മുഖ്യമന്ത്രി വെൽക്കം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ ചിദംബരം എങ്ങോട്ടാണോ പോയിട്ടുള്ളത്, കെജ്രിവാൾ എങ്ങോട്ടാണോ പോയിട്ടുള്ളത്, അതേ സ്ഥലത്തേക്കാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും പോവാൻ പോകുന്നത്. ഒരു തർക്കമോ കാര്യത്തിന് വേണ്ട. ചിദംബരത്തിനും കെജ്രിവാളിനും സംഭവിച്ചത് പിണറായി വിജയനും സംഭവിക്കാൻ പോകുന്നു. അതല്ലെങ്കിൽ ഞാൻ അങ്ങനെ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കേണ്ട ബാധ്യത മുഖ്യമന്ത്രിക്കുണ്ട്. നമ്മുടെ രാജ്യത്തെ ക്രിമിനൽ നിയമം ചട്ടം അനുസരിച്ച് ഈ ആരോപണം ഉന്നയിക്കപ്പെട്ട വ്യക്തിക്കും ബാധ്യതയുണ്ട്. ഞാൻ അങ്ങനെ കുറ്റം ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട്. അല്ല, അങ്ങനെ കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ ജനുവരി 4 നമുക്ക് ഒന്നിച്ചൊന്നിരിക്കണം കേട്ടോ, ഏതെങ്കിലും ഒരു ചാനലില്. ജനുവരി അല്ല, ജൂണ്. ജൂൺ മാസം 4-ാം തീയതി പിണറായി വിജയൻ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ് റജി ഇരിക്കുന്നതെങ്കിൽ അതൊക്കെ വെറുതെ സ്വപ്നമാണ് റജി. 4-ാം തീയതി വെറുതെ വന്ന് ചാനൽ വന്ന് ബഹിരാകാശത്തേക്ക് പോകാൻ നിൽക്കണ്ട. നരേന്ദ്രമോദി മൂന്നാം തവണയും വലിയ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വരാൻ പോവുകയാണ്. നമുക്ക് റിജി, സന്ദീപ്, ഷോൺ ജോർജ്, വളരെയധികം നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. വീണയ്ക്കും മുൻ ഭർത്താവിനും അബുദാബി കൊമേഴ്സ്യൽ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടോ? ആ അക്കൗണ്ടിലേക്ക് SNC ലാവ്ലിനിൽ നിന്നും അതുപോലെ പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സിൽ നിന്നും കോടികൾ എത്തിയിട്ടുണ്ടോ? ഈ അക്കൗണ്ടിലൂടെ വൻതുക അമേരിക്കയിലെ വിവിധ അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടോ? ഇതിനൊക്കെ മറുപടി പറയേണ്ടത് വീണയാണ്, വീണയുടെ പിതാവാണ്, അല്ലെങ്കിൽ നേരത്തെ വീണയുടെ വക്കാലത്ത് ഏറ്റെടുത്ത് വാർത്താക്കുറിപ്പിറക്കിയ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റാണ്.